വാഷിംഗ്ടൺ അതിന്റെ ഏകാധിപത്യം ഉപേക്ഷിക്കുകയും ഇറാനിയൻ ജനതയുടെ അവകാശങ്ങളെ മാനിക്കുകയും ചെയ്താൽ അമേരിക്കയുമായി ഒരു കരാറിലെത്താൻ ടെഹ്റാൻ തയ്യാറാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അമേരിക്കൻ സർക്കാർ അതിന്റെ ഏകാധിപത്യം ഉപേക്ഷിച്ച് ഇറാനിയൻ രാഷ്ട്രത്തിന്റെ അവകാശങ്ങളെ മാനിച്ചാൽ ഒരു കരാറിലെത്താനുള്ള വഴികൾ തീർച്ചയായും കണ്ടെത്തും. ചർച്ചാ സംഘത്തിലെ അംഗങ്ങളെ, പ്രത്യേകിച്ചും എന്റെ പ്രിയ സഹോദരൻ ഖാലിബാഫിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങൾക്ക് ശക്തി നൽകുന്നുവെന്ന് പറയുന്നു. പെസഷ്കിയാൻ എക്സിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: 20 ഇറാനും പ്രാദേശിക പങ്കാളികളും ഉൾപ്പെടുന്ന പുതുക്കിയ നയതന്ത്ര ഇടപെടലുകൾക്കിടയിലാണ് ഈ പരാമർശങ്ങൾ. ഇസ്ലാമാബാദ് ചർച്ചകളുടെ ചട്ടക്കൂടിന് കീഴിൽ പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ ഉൾപ്പെടെ വെവ്വേറെ പാകിസ്ഥാനിലെ ഇറാൻ അംബാസഡർ റസ അമിരി മുഖദം ഈ സംരംഭത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടു. ഇത് ഒരു ഒറ്റത്തവണ സംഭവമല്ല, മറിച്ച് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നയതന്ത്ര പ്രക്രിയയാണെന്നും വിശേഷിപ്പിച്ചു. ഇസ്ലാമാബാദ് ചർച്ചകൾ ഒരു സംഭവമല്ല, മറിച്ച് ഒരു പ്രക്രിയയാണ്. വിശ്വാസവും ഇച്ഛാശക്തിയും ശക്തിപ്പെടുത്തിയാൽ എല്ലാ കക്ഷികളുടെയും താൽപര്യങ്ങൾക്കായി സുസ്ഥിരമായ ഒരു ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു നയതന്ത്ര പ്രക്രിയയ്ക്ക് ഇസ്ലാമാബാദ് ചർച്ചകൾ അടിത്തറയിട്ടു. സൗഹൃദപരവും സാഹോദര്യ തുല്യവുമായ പാകിസ്ഥാൻ രാജ്യത്തിന്, പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും ഫീൽഡ് മാർഷൽ അസിം മുനീറും ചർച്ചകൾക്ക് നല്ല മനസ്സും നല്ല ഓഫീസും നൽകിയതിന് എന്റെ നന്ദി അറിയിക്കുന്നു. ഇറാന്റെ ഉന്നതതല പ്രതിനിധി സംഘം അന്തസ്സോടെയും ആത്മവിശ്വാസത്തോടെയും വിശ്വാസത്തോടെയും ചർച്ചകൾ തുടർന്നുവെന്നും അതോടൊപ്പം തങ്ങളുടെ ജനങ്ങളുടെ ആശങ്കകൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തുവെന്നും മുഖദം അഭിപ്രായപ്പെട്ടു. ചർച്ചകൾ സുഗമമാക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമായി പാകിസ്ഥാനിലെ സർക്കാർ, സൈന്യം, പോലീസ്, സുരക്ഷാസേന എന്നിവയുൾപ്പെടെ എല്ലാ മേഖലകളുടെയും അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി അതിഥികൾക്ക് മാന്യവും അനുയോജ്യവുമായ അന്തരീക്ഷത്തിൽ, ശാന്തവും ക്രമീകൃതവും സുരക്ഷിതവുമായ അന്തരീക്ഷത്തിൽ ഇരുപക്ഷത്തിനും തുല്യമായ ലോജിസ്റ്റിക് അവസരങ്ങളോടെ ചർച്ചകൾ നടന്നു. ഇറാനിയൻ ഉന്നത റാങ്കിലുള്ള ചർച്ചാ സംഘം അന്തസ്സോടെയും ആത്മവിശ്വാസത്തോടെയും സർവശക്തനായ അല്ലാഹുവിലുള്ള വിശ്വാസത്തോടെയും ജനങ്ങളുടെ ആശങ്കയിൽ ശ്രദ്ധ ചെലുത്തിയും ജനങ്ങളുടെ ദേശീയ താൽപര്യങ്ങളും നിയമാനുസൃത അവകാശങ്ങളും ഉറപ്പാക്കുന്നതിനും സുരക്ഷിതമാക്കുന്നതിനുമായി മഹത്തായ ഇറാനിയൻ രാഷ്ട്രത്തിനായി മാന്യമായ ചർച്ചകൾ നടത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയും ഇറാനും തമ്മിൽ ഇസ്ലാമാബാദിൽ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ ഞായറാഴ്ച സ്തംഭനാവസ്ഥയിൽ അവസാനിച്ചതിനെ തുടർന്നാണ് ഈ പ്രസ്താവന വന്നത്. വിപുലമായ ചർച്ചകൾ നടത്തിയിട്ടും ഒരു കരാറിലും എത്തിയിട്ടില്ലെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഒരു കരാറുമില്ലാതെ US പ്രതിനിധി സംഘം മടങ്ങിയെത്തുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഫലം അമേരിക്കയേക്കാൾ ഇറാന് ദുർവാർത്തയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്ലാമാബാദിൽ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വാൻസ് പറഞ്ഞു: ചർച്ചകൾ ഏകദേശം 21 മണിക്കൂർ നീണ്ടുനിന്നുവെന്നും നിരവധി സുപ്രധാന ചർച്ചകൾ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും അന്തിമ നിഗമനത്തിലെത്താൻ കഴിഞ്ഞില്ല. ഇറാനിയക്കാരുമായി നമുക്ക് നിരവധി ലഹരി വസ്തുക്കളുടെ കരാറുകൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് നല്ല വാർത്ത. മോശം വാർത്ത എന്തെന്നാൽ നമ്മൾ ഒരു കരാറിൽ എത്തിയിട്ടില്ല എന്നതാണ്. അത് ഇറാന് മോശം വാർത്തയാണ്. അമേരിക്കൻ ഐക്യനാടുകൾക്ക് മോശം വാർത്തയേക്കാൾ വളരെ കൂടുതലാണ്. ഒരു കരാറിലെത്താൻ കഴിയാത്തതിനാൽ ഞങ്ങൾ അമേരിക്കയിലേക്ക് മടങ്ങുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.